അന്ന് വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞ നമ്മുടെ എതിരാളിയെ കണ്ടുമുട്ടാൻ 4ാം ക്ലാസ് വരെ കാത്തിരിക്കേണ്ടി വന്നു. 4Bയിലെ BC വിശ്വം. സാനിയുടെ ബർത്ത്ഡേക്ക് മുട്ടായി തന്നിരുന്നു. തന്നു. എന്റേത് എനിക്ക്. എന്തിന് തന്ന? ടീച്ചറിനെ പേടിക്കാതിരിക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളത് കഴിച്ചു. ഞാനും കഴിച്ചു. ഞാൻ തന്നാ മതിയാ? ആവശ്യ സമയത്ത് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അങ്ങനെ നമ്മളുടെ ഇടയിലേക്ക് വന്നവനാണ് മൂസ. വാപ്പ ഷാർജയിൽ നിന്നുണ്ടെന്ന സ്പെഷ്യൽ ചോക്ലേറ്റ്. ബൈ. മൂസ വന്നതോടുകൂടി നമ്മുടെ ലെവൽ അങ്ങ് മാറി. ചെറിയ കേസുകളുമായി ക്ലാസ് റൂമിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഞങ്ങൾ സ്ഥിരമായി ഹെഡ് മാസ്റ്റർ റൂമിൽ എത്തിത്തുടങ്ങി. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ അച്ഛന്മാരും വന്നിങ്ങനെ തലകുനിച്ച് നിൽക്കാൻ തുടങ്ങി. ഇവന്റെ അപ്പൂപ്പന് വയറിളക്കാൻ കൊടുക്കുന്ന ടാബ്ലറ്റാണ് മുട്ടായി എന്നും പറഞ്ഞ് എൻ്റെ മകന് കൊടുത്തത്. എങ്ങനെയുണ്ട് സാർ? ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അവന്മാരൊക്കെ വലുതാവുമ്പോൾ എന്തായിരിക്കും? എൻ്റെ മകൻ ക്ലാസ്സിൽ 1ാമനായിട്ട് പഠിക്കുന്ന കുട്ടിയാ. സോറി സാർ, അത് പിള്ളേർ അറിയാതെ. എന്ത് സോറി സാർ? സാറാണ് അവന്മാർക്ക് വെള്ളം വെച്ചു കൊടുക്കുന്നത്. സാർ, അതെ, ആ ചെറുക്കൻ്റെ വയറ്റിളക്ക് കയറി തീർന്നിട്ടില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വേണ്ട കാര്യങ്ങളൊന്നും അത് ചെയ്തു കൊടുക്കാൻ നോക്ക്. പിന്നെ ഈ 3 കാര്യം അത് എനിക്ക് വിട്ടാരെ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ആ ചൂരലിന് വേണ്ടി റെസ്റ്റ് എടുക്കാൻ ടൈം ഞങ്ങൾ കൊടുത്തിട്ടേ. നമ്മളെ ഒന്നും ആർക്കും ഇഷ്ടമല്ലടാ. അതിനെന്താടാ, നമ്മക്കെല്ലാരും ഇഷ്ടമല്ലേ? നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തനെ ഐഡിയ വാങ്ങിച്ചത്. ഇതൊക്കെ ഒരു ബ്യൂട്ടി അല്ലേ? ബ്യൂട്ടി ഇനി നീ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും. അതെ. എടാ, നിങ്ങൾ സിപ്പപ്പ് പിടിച്ചിട്ടുണ്ടോ? എന്തോന്ന് സിപ്പപ്പ്? നമുക്കൊന്നും വേണ്ടേ, ഇനി അടികൊള്ളാൻ വയ്യ. എടാ, അത് സ്കൂളിനകത്തല്ലേ, ഇവിടെ ആരും ഒന്ന് അടിക്കാനാ? എന്നാലും വേണ്ടടാ. എടാ, വെറും 50 പൈസയേ ഉള്ളൂ. ഡാ, എൻ്റെ ഒറ്റ പൈസയില്ല. എന്തേലും. എന്നാ പിന്നെ ഞാൻ തന്നെ ഇന്ന് കൊടുക്കാം. വാ ചേട്ടാ, 3 സിപ്പപ്പ്. 50 പൈസ വേണോ 2 റുപ്യയുടെ വേണോ? 2 രൂപയുടെ സ്പെഷ്യല്. അത് പാൽ സിപ്പപ്പ്. അതൊന്നും വേണ്ട, 50 പൈസയുടെ മതി. എടാ, പാലല്ലേ നല്ലത്? എടാ മണ്ട, പാല് നമ്മൾ ഡെയിലി വീട്ടിൽ കുടിക്കുന്നതല്ലേ? 50 പൈസ മതി, അതാണ് ബ്യൂട്ടി. എങ്ങനെ ഉണ്ട്? സൂപ്പർ. അതാ. ഇതെന്താന്നറിയാവോ? എന്ത്? എടാ, ഇത് നല്ല വൃത്തിയായിട്ട് ഓടമുള്ള. ഇത് വിഷമാണ്. കുടി കുടി, ഫുള്ളും കുടി. കണ്ടോ, നമ്മളിത് കുടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മരിക്കുന്നില്ല. അതാണ് ഇതിന്റെ ബ്യൂട്ടി. ഇന്ന് ഞാൻ കാശ് കൊടുത്തു, നാളെ മുതൽ നിങ്ങൾ കൊടുക്കണം. എടാ, അതിന് ഞങ്ങളുടെ കാശ്. എടാ, സ്റ്റാമ്പ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ എല്ലാ ആഴ്ച 2 രൂപ വാങ്ങണം. 1 രൂപ 50 പൈസ പോയാ ബാക്കി 50 പൈസ കിട്ടില്ലേ? അതിലെല്ലാ വെള്ളിയാഴ്ച നമുക്ക് സിപ്പപ്പ് വാങ്ങിച്ച് കുടിച്ചൂടെ? അതാണ് അതിന്റെ ബ്യൂട്ടി. ഇത് തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഈ പാട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പാല് വാങ്ങാൻ 10 രൂപ തരൂലേ? പാലിന് 8 രൂപയിലേ ആവൂ. ബാക്കി വരുന്ന 2 രൂപ കൂട്ടി വെച്ച് 5ാം ദിവസം വെള്ളിയാഴ്ച നമുക്ക് ഇതുപോലെ കോള വെച്ചു കൊടുത്തൂടെ? അതല്ലേ എന്തൊരു ബ്യൂട്ടി. ഗ്രാഫ് മേടിക്കാൻ 50 രൂപ തരില്ലേ? ഗ്രാഫിന് 40 രൂപയിലേ ആവൂ. ബാക്കി 10 രൂപ കൂട്ടി വെച്ചാ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഇതുപോലെ വലിച്ചൂടെ? ക്യാൻസർ. അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് 3000 രൂപ കിട്ടൂലേ? 2500 അല്ലേ ആവൂ. ബാക്കി പൈസക്ക് നമുക്ക് എടുത്തൂടെ? അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി.